നമസ്കാരം. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയതിന് പിന്നാലെ മോദിക്ക് കനത്ത പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ BJP നേതൃത്വം. BJPയുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ഉദ്യോഗസ്ഥരാക്കുന്ന സമീപനത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ BJP നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ തങ്ങളുടെ വരുതിയിലാക്കുവാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ BJP നടത്തിയിരുന്നു. CBI, ED തുടങ്ങിയ ഏജൻസികൾ കേന്ദ്ര സർക്കാരിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഈ രണ്ട് ഏജൻസികളെയും ഇപ്പോൾ കൂട്ടിലടച്ച ഒരു കിളി എന്നാണ് പ്രതിപക്ഷം പരിഹസിച്ചിരിക്കുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി കൂട്ടിലടക്കപ്പെട്ടു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. അതോടെയാണ് ഇത്തരം നിയമനങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഭാഗമാകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ തന്നെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല എന്നതാണ് ഉപരാഷ്ട്രപതി വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെടരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻഖർ. CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പങ്കാളിയാകുന്നതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള യുക്തിയുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹം പ്രധാനമായിട്ടും ചോദിക്കുന്നു. എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിനെ എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയെന്നും ഇത്തരം നടപടികൾ അത് പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ രാജ്യത്തുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ട് എന്നത് വ്യക്തവുമാണ്, യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം രാജ്യത്ത് നിലനിന്ന് പോകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അവിടെയാണ് സുപ്രീം കോടതി ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇപ്പോൾ ഇടപെടുന്നത്. എന്നാൽ അത് എങ്ങനെയും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ചു പോകുന്ന EDയും അതോടൊപ്പം തന്നെ CBIയും ഒക്കെ തന്നെ രാജ്യത്ത് ഒരുപാട് നമ്മൾ കണ്ടതാണ്. എന്നാൽ BJPയുടെ ഒരാളെ പോലും ഇത്തരം കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ BJPക്കാർ മഹാന്മാരുള്ള പാർട്ടിയും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളൊക്കെ തന്നെ കള്ളന്മാരുടെ പാർട്ടിയുമെന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇത്തരം ഏജൻസികളെയൊക്കെ വെച്ചുകൊണ്ട് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് നഖശിഖാന്തം തടയാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ അവിടെയും ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ BJPയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ളവരും തടയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.